ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം അദ്ദേഹം ജോലി ചെയ്തിരുന്നു. ആ കാലഘട്ടത്തിലാണ് ക്ഷേത്രത്തിലെ സ്വർണ്ണ രുദ്രാക്ഷമാല കാണാതെ പോയി. അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ആ സംഭവം നടന്നത്. അന്ന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ശ്രീകോവിലിൽ ഒരല്പം തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതും ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. സ്വർണ്ണപ്രഭയിൽ 3 നാഗപ്പാളികൾ വിളക്കി ചേർത്തതും ഏറ്റുമാനൂർ ഈ കത്തലിന് ശേഷമായിരിക്കണം സ്വർണ്ണപ്രഭയിലെ 3 നാഗപ്പാളികൾ വിളക്കി ചേർത്തത് ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പം ആ പഴയ കാലഘട്ടത്തിലും ഇതുപോലെയുള്ള സമാനമായ തട്ടിപ്പുകളിലേക്ക് പോയി എന്നാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേരിൽ ക്ലാർക്കായിരുന്ന സന്ദർഭം മുതൽ ആരോപണങ്ങളുണ്ട്. CA2 നിയന്ത്രണത്തിലുള്ള എംപ്ലോയീസ് കോർഡിനേഷൻ ഫെഡറേഷനിലായിരുന്നു അദ്ദേഹത്തിന്, അതിലെ അംഗമായിരുന്നു അദ്ദേഹം.